ഈ പുതുവർഷ പുലരിയിൽ ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുക, അവിടുന്ന് നന്മകളുടെ പുതിയ തുടക്കങ്ങളുടെ ദൈവമാണ് എന്നാണ്. അവിടുന്ന് തീർന്ന ഒരു കഥാതന്തുവോ അടഞ്ഞ ഒരു അധ്യായമോ അല്ല. നമുക്കായി നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ദിവസത്തെയും തിരക്കഥ എഴുതിക്കൊണ്ടിരിക്കുന്നവനാണ്. പുതിയ വർഷത്തിലേക്ക് കിടക്കുമ്പോൾ ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുക, ചരിത്രത്തെ ഇന്നലെ തനിച്ചാക്കി നാം മാത്രമല്ല മുന്നോട്ട് പോകുന്നത്. ചരിത്രത്തിലുടനീളം ഇന്നലെ വരെ നമ്മോടൊപ്പം നടന്ന ദൈവം നമ്മുടെ മുന്നോട്ടുള്ള പാതകളിൽ കൃപയായി അനുഗ്രഹമായി നമ്മോടൊപ്പമുണ്ട് എന്നതാണ്. അതിനാൽ ഏതൊരുവനും നമ്മെ ദ്രോഹിക്കട്ടെ, അപമാനിക്കട്ടെ, നമ്മുടെ ദൈവത്തെ തള്ളിപ്പറയട്ടെ, അവിടുത്തെ അസ്തിത്വത്തെയും ചാരിത്രത്തെയും ചോദ്യം ചെയ്യട്ടെ. അവനോട് ദൈവം ക്ഷമിക്കുന്നത് പോലെ നമുക്കും ക്ഷമിക്കാം. കാരണം ഭീരുക്കളാണ് മറ്റുള്ളവരെ വിരട്ടിയും ഭീഷണിപ്പെടുത്തിയും മതത്തെയും അധികാരത്തെയും നിലനിർത്താനും സംരക്ഷിക്കാനും ശ്രമിക്കുന്നത്. നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ് എന്ന് അവരറിയട്ടെ. പുതുവർഷ പുലരിയിൽ പുതിയ തീരുമാനങ്ങളോടൊപ്പം നമ്മുടെ ഹൃദയ നവീകരണം കൂടിയാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുക. ഒപ്പം നമ്മുടെ കാതുകളിൽ അവൻ മന്ത്രിക്കുന്നത്, നീ എന്നോട് ചേർന്ന് നിൽക്കുക, എന്നിൽ വിശ്വാസമർപ്പിക്കുക, നിന്റെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കൊള്ളാമെന്നാണ്. ഫിലിപ്പിയർക്കുള്ള ലേഖനം 1:16 വിശുദ്ധ പൗലോസ് പറയുന്നു, നിങ്ങളിൽ സത്പ്രവൃത്തികൾ ആരംഭിച്ച ദൈവം അവയെ പൂർണ്ണതയിലേക്ക് നയിക്കുന്നവനാണ്. നമ്മുടെ അനുസരണത്തിൻ്റെ, കാരുണ്യപ്രവൃത്തികളുടെ, പ്രോത്സാഹനത്തിൻ്റെ, സാന്ത്വനപ്പെടുത്തലിൻ്റെ ഓരോ പ്രവൃത്തിയും അവൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നതാവട്ടെ. അങ്ങനെ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കുവാനും ആത്മാർത്ഥമായി മറ്റുള്ളവരെ സ്നേഹിക്കുവാനും മറ്റുള്ളവരുടെ ജീവിതത്തിൻ്റെ വഴിത്താരകളിൽ വെളിച്ചമാകുവാനും അങ്ങനെ പരിപൂർണരായ ക്രിസ്തു ശിഷ്യരെല്ലാം മറിച്ച് വിശ്വസ്തരായ ക്രിസ്തു അനുയായികളായി തീരുവാൻ അവൻ നമ്മെ വിളിക്കുകയാണ്. അതിനാൽ നമുക്ക് ആത്മവിശ്വാസത്തോടുകൂടി മുന്നേറാം. കാരണം അവിടുന്ന് നയിക്കുമ്പോൾ അവിടുത്തെ കൃപയും നമ്മെ അനുഗമിക്കും. ഈ പുതുവർഷം നമുക്ക് ആഴമേറിയ വിശ്വാസത്തിൻ്റെയും പുതിയ പ്രതീക്ഷയുടെയും ഈശോയുടെ മഹനീയമായ നാമത്തിൽ കവിഞ്ഞൊഴുകുന്ന സ്വർഗീയ സന്തോഷത്തിൻ്റെയും വർഷമാകട്ടെ. എല്ലാവർക്കും പുതുവത്സര ആശംസകൾ. ഹാപ്പി ന്യൂ ഇയർ.